എന്താണ് നമ്മളെ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി ആ സംസാരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പോ വഫിയ കോഴ്സുകൾ ഈ സമൂഹത്തില് അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ട് കാലമായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറം ഒരു വിദ്യാഭ്യാസ സംവിധാനം, വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ് ഈ സിസ്റ്റം എല്ലാ കാലത്തും ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത് നല്ല അടയാളപ്പെടുത്തലുകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തില് കാലാനുസൃതമായി വ്യത്യസ്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇസ്ലാമിക വിദ്യാഭ്യാസ, ഇസ്ലാമിക് സ്റ്റഡീസ് രംഗത്ത് വരുമ്പോ അതിലൊക്കെ കൃത്യതയും വ്യക്തതയും ഉള്ള ഒരു നിലപാടും കാഴ്ചപ്പാടും അവതരിപ്പിക്കാൻ നമ്മുടെ അലുമിനിക്ക്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക്, വാഫികൾക്ക് ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ സെമിനാറുകളും നമ്മൾ നടത്തിയ പ്രസന്റേഷനുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ അറിയാം, ആത്മീയ രംഗത്ത് അതിലുപരി നാട്ടിലൊക്കെ ഉള്ള ധാരാളം പള്ളികൾ, മദ്രസകൾ, ധാരാളം ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ കൂട്ടത്തില്. അവര് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, വേണ്ടപ്പെട്ടവരാണ്, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരാണ്, പറഞ്ഞേക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തവരാണ്. അങ്ങനെ നല്ല രീതിയിൽ അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആത്മീയ രംഗത്തെ ഒരു ഭാഗത്ത്, ഭൗതിക മേഖലയിൽ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം പ്രൊഫഷണലുകളെ സൃഷ്ടിക്കാൻ ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് സാധ്യമായിട്ടുണ്ട്. കൃത്യമായി കണക്ക് എനിക്കറിയില്ലെങ്കിലും 10,000-ഓളം വരുന്ന ആണ്, പെണ്ണ്, വഫിയകൾ സമൂഹത്തിലുണ്ട് എന്ന് പറയാം. അതിന്റെ ഒരു സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മാറ്റം നന്നായി കാണാനും പറ്റുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ലക്ഷ്യം. നാട്ടിൽ നന്മ ഉണ്ടാകുക, നാടിനെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ട് ശാക്തീകരിക്കുക, അതുതന്നെയാണ് ലക്ഷ്യം. ഒരാണും പെണ്ണും പഠിക്കുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് ഇതിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പിന്നെ എന്താണ് ഈ സിസ്റ്റം പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചാൽ, ഞാനതിൽ ഏറ്റവും വലിയ ഉത്തരമായി പറയാ, ദിശാബോധവും കാഴ്ചപ്പാടും സ്വപ്നങ്ങളുള്ളൊരു മനുഷ്യനായി മാറുമെന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സിസ്റ്റാണ് കാലങ്ങളായി ഉണ്ടായിരുന്നത്. ഇപ്പൊ 7ാം ക്ലാസ് തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എവിടേക്ക് എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരു പുകയുണ്ട്, ഒരവസ്ഥ ഉണ്ട്. അത്തരം സാഹചര്യത്തിൽ വരുന്ന കുട്ടികളെ നിരന്തരമായ ക്യാമ്പുകളും അസംബ്ലികളും ധാരാളമായി നടക്കുന്ന ട്രെയിനിങ്ങുകളും സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സുകളും എക്സ്പേർട്ട് ക്ലാസ്സുകളും അതൊക്കെ നിരന്തരമായി നൽകുന്നതിലൂടെ കൃത്യമായൊരു ദിശാബോധവും ഒരു ലക്ഷ്യബോധവും സ്വപ്നങ്ങളുള്ള ഒരാളാക്കി മാറ്റുന്ന, സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ള ഒരാളാക്കി മാറ്റുന്ന, അത് യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി പഠിച്ചു പുറത്തിറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം ആളുകൾ, അവരൊക്കെ ഏതൊക്കെ മേഖലയിൽ എത്തി എന്ന് നോക്കിയാൽ മതി. വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാനും അവർക്കൊക്കെ സാധ്യമായിട്ടുണ്ട്. ഒരു പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു വരുന്ന തലമുറയുടെ, പഠിതാക്കളുടെ, വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് പറയാനുള്ളത് കാര്യമായ ഒരു ലക്ഷ്യബോധമല്ല. എന്തിന് പഠിക്കുന്നു, എങ്ങനെ പഠിക്കണം, എന്താവണം, ഒരു ലക്ഷ്യവും. കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ഒരു കരിയർ ക്യാമ്പിന്റെ ഭാഗമായിട്ട് 10ാം ക്ലാസ്സിലുള്ള ആൺകുട്ടികൾ, പെൺകുട്ടികൾ, 10ാം ക്ലാസ് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് കുട്ടികളോട് സംസാരിച്ചു. വ്യക്തമായ ജീവിതത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് പറയാൻ കഴിയണില്ല. എന്താവണം, എങ്ങനെ പോവണം അവർക്കറിയില്ല. അതിലപ്പുറം നമ്മുടെ നാട്ടിൽ ലഭ്യമായ കോഴ്സുകളും സിലബസും അതുപോലും അവർക്കറിയില്ല. തനി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ജീവികളായി അവനവന്റെ മുന്നിൽ കിട്ടുന്ന റീൽസുകളൊക്കെ മറിച്ച് കുറെ ഏറെ ഗെയിമുകളൊക്കെ കളിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. അതിൽ നിന്ന് മാറി ലക്ഷ്യബോധമുള്ള, സ്വപ്നമുള്ള, ജീവിതത്തിൽ കാര്യശേഷിയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നത് ഈ സിസ്റ്റത്തിലൂടെ ഉണ്ടായി എന്ന് പറയാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടങ്ങളിൽ നടക്കുന്ന സ്ഥാപനങ്ങളിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും ഇപ്പോഴും എല്ലാ സ്ഥാപനങ്ങളിൽ കൃത്യമായി നടക്കുന്ന നിരന്തരമായ അസംബ്ലികൾ,
അതുപോലെ മെന്ററിങ്, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന മെന്ററിങ്, വിവിധ മേഖലകളിലെ ഫാക്കൽറ്റികളുടെ ക്ലാസ്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ പൂർവ്വകാലത്ത് പഠിച്ചുപോയ അലുമിനികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വല്ലാത്ത പ്രചോദനം നൽകുകയാണ്. പിന്നെ അതിൻ്റെയൊക്കെ പുറമെ ആലിയയിലും തംഹീദിയയിലും PG ഘട്ടങ്ങളിലൊക്കെ ക്യാമ്പുകൾ, WSF-ന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ വിവിധ തരം ഡിസ്കോഴ്സുകൾ, ഇതൊക്കെ ലഭിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ കാഴ്ചപ്പാട് വ്യക്തതയിലേക്ക് വരുന്നുണ്ട്. നമ്മളിവിടെ ഓരോ മാസത്തിലും വിവിധ എക്സ്പേർട്ടുകളെ കണ്ടുമുട്ടുന്നുണ്ട്, വിവിധ മേഖലയിൽപ്പെട്ട ആളുകളെ. അവർ ഓരോരുത്തരും നമ്മുടെ മുന്നിൽ വന്ന് സംസാരിച്ചു പോകുമ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു പുതിയ വാതിൽ തുറക്കപ്പെടുകയാണ്. ഇങ്ങനൊരു ഇടമുണ്ട് എന്ന് മനസ്സിലാവുക. അങ്ങനെ കുറെ പ്രവർത്തനങ്ങളിലൂടെയാണ് കാഴ്ചപ്പാടും ദിശാബോധമുള്ള ഒരു തലമുറയായി മാറുന്നത്. ഇത് ഈ സിസ്റ്റത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ലാഭമായിട്ട് ഞാൻ വിലയിരുത്തുന്നു, മനസ്സിലാക്കുന്നു. പിന്നെ സിലബസും പഠന സംവിധാനത്തെയും വിലയിരുത്തുകയാണെങ്കിൽ നമ്മുടെ സിലബസിന്റെയും പഠന മേഖലകളുടെയും പ്രത്യേകത പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത വൈവിധ്യങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ മൾട്ടി ടാലന്റഡ് ആയി ഒരു മനുഷ്യനെ മാറ്റാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴേ അങ്ങനെയാണല്ലോ, ഒരുപാട് ഇന്റലിജൻസ് ഉണ്ട് എന്നാണല്ലേ പറയാ, അങ്ങനല്ലേ? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ് പുതിയ കാലത്തെ ശാസ്ത്രമൊക്കെ പറയുന്നത്. ഒരു മനുഷ്യന്റെ വിവിധ കഴിവുകളെ വികസിപ്പിക്കാൻ ഇതുപോലത്തെ ഒരു ക്യാമ്പസ് അവസരം കൊടുക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എണ്ണി പറയാം. ഒന്ന്, ഒരാളെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ ആത്മീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റഡീസ്, അതിൽ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല പഠന സംവിധാനം. കാരണം PG ഘട്ടത്തിലേക്ക് വരുമ്പോ ഫാക്കൽറ്റികളായി, ഡിപ്പാർട്ട്മെന്റുകളായി അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട്. അതൊരു വാഗ്ദാനമല്ല, അങ്ങനെ പഠിച്ചവരൊക്കെ ആ മേഖലയിൽ കഴിവ് തെളിയിക്കുന്നുണ്ട്. നന്നായി കർമ്മശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സെമിനാറുകൾ. ഈ കേരളത്തില് റീസെന്റ് ആയിട്ടുണ്ടായ ഓരോ പ്രശ്നങ്ങൾ, ഖാദി സ്ഥാനം അല്ലെങ്കിൽ വഖഫ്, അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മള് ഈ കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഇൻഷുറൻസ്, ഇതൊക്കെ വലിയ ചർച്ചയല്ലേ? നാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കർമ്മശാസ്ത്ര മേഖലയിൽ കഴിവുള്ള ആളുകളുണ്ട്. നന്നായി കിതാബ് തിരിയുന്ന ആളുകൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി പഠിച്ചു വളരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ സിസ്റ്റത്തെ അനുസരിച്ച് 3 രീതികളാണ് പഠിക്കുന്നത്. പ്രൈം, അതിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് സ്റ്റഡീസിന് 1-ാം സ്ഥാനം. ഏറ്റവും കൂടിയ പരിഗണനയാണ് ഇസ്ലാമിക് സ്റ്റഡീസിന് കൊടുക്കുന്നത്, പ്രൈം. രണ്ടാമത്തൊന്ന് അഡ്വാൻസ്, ഭൗതികത്തിന് തുല്യമായ രീതിയിൽ തന്നെ പഠിക്കുന്ന ഒരു സിസ്റ്റം. മറ്റൊന്ന് പ്രൊഫഷണൽ. ആ പ്രൊഫഷണൽ എന്ന് പറയുമ്പോ ധാർമ്മിക ബോധത്തിൽ ഊന്നി, ധാർമ്മിക ബോധം നിലനിർത്തി അവരെ നല്ല കഴിവുള്ള, സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള പ്രൊഫഷണലുകളായിട്ട് വാർത്തെടുക്കുക എന്നതാണ്. നല്ല ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ആളുകളാക്കി കൊണ്ടുവരിക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ ഇതില് ഇസ്ലാമിക വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് യാഥാർത്ഥ്യം. നല്ല കഴിവ് തെളിയിച്ച ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന, വിദേശ യൂണിവേഴ്സിറ്റികൾ പോലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതവരുടെ കഴിവാണ്. ഇസ്ലാമിക രംഗത്ത്, ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ നല്ല ഫോക്കസ് കിട്ടുന്നുണ്ട്. രണ്ടാമതൊരു മനുഷ്യനെ സംബന്ധിച്ച് ഭൗതിക മേഖലയാണ്. സംശയമില്ലാതെ പറയാൻ പറ്റും, നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികള് ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോയാൽ അവിടെ പഠിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ സാധാരണ +2, ആ +2-ലെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്, തീർത്തും ഇത് 3 ലഭ്യമാണ്. ആൺകുട്ടികൾക്കുണ്ട്, പെൺകുട്ടികൾക്കുണ്ട്. പണ്ട് പല സമയത്തും അതൊക്കെ പറയുമ്പോ ആൺകുട്ടികൾക്കുള്ളു, പെൺകുട്ടികൾക്ക് ഇല്ല, അങ്ങനെ കുറെ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൺകുട്ടികൾക്കുണ്ട്, പെൺകുട്ടികൾക്കുണ്ട്, സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഉണ്ട്. സാധാരണ ഒരു സർക്കാർ സംവിധാനത്തിൽ പഠിക്കുന്ന അതേ സിസ്റ്റത്തിൽ പഠിക്കാൻ അവസരമുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഡിഗ്രി കോഴ്സിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന BCom ആണ്. BCom-ന്റെ വിവിധ തരങ്ങളുണ്ട്. ഇനി അതല്ല എങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളുകൾക്കുള്ള സോഷ്യോളജി, സൈക്കോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, അതിൻ്റെ അപ്പുറം ഇംഗ്ലീഷ്, ലാംഗ്വേജുകൾ, ഇതൊക്കെ പഠിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിലുണ്ട്. സയൻസ് ആണെങ്കിൽ അങ്ങനെ പഠിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ മാത്രം 5 ഓപ്ഷൻ സയൻസ് കൊടുക്കുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും, അങ്ങനെ സയൻസിന്റെ ഇനങ്ങളുണ്ട്. ഇതെല്ലാം ഡിഗ്രി സാധാരണ ഒരു യൂണിവേഴ്സിറ്റി UGC അംഗീകരിക്കുന്ന ഡിഗ്രിയാണ്. അതില്ലാതെ വാഫി കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയില്ല.
അപ്പൊ +2 ഡിഗ്രി സാധാരണ ഒരു കുട്ടി ഭൗതിക കലാലയത്തിൽ പഠിച്ചാൽ ലഭിക്കുന്ന തുല്യ അളവിൽ ഒരു ഡോസും കുറയാതെ. എന്റെയൊക്കെ എക്സ്പീരിയൻസ്, അനുഭവം വെച്ച് പറയുമ്പോൾ പൂർവ്വകാലത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിലുപരി ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ കോളേജിൽ അഡ്മിഷൻ എടുത്തപ്പോഴാണ് നമ്മുടെ കഴിവ് ശരിക്കും തിരിച്ചറിയാൻ പറ്റിയത്. 10ാം ക്ലാസ് വരെ കളിയും മറ്റു ഗൗരവമില്ലാത്ത കുറെ കാര്യങ്ങളുമായി പോയി 10ാം ക്ലാസ് കഴിഞ്ഞ് വാഫി കോളേജിൽ ചേരുന്ന സമയത്ത് 10ന്റെ ശേഷം +1 +2 പരീക്ഷ എഴുതുമ്പോ അന്നത്തെ ഒരു കണക്ക് പ്രകാരം നമ്മുടെ കോളേജിലെ കുട്ടികൾക്കാണ് ടോപ്പ് മാർക്കൊക്കെ ഉണ്ടായിരുന്നത്. സാധാരണ സ്കൂളിൽ വന്നു പോണ കുട്ടികളും നമ്മളും രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന സാധാരണ സ്കൂളിലെ കുട്ടികൾ, അവരെ കൂട്ടത്തിൽ ഒരു ബാച്ചായിട്ട് നമ്മളും പരീക്ഷ എഴുതുമ്പോ എന്നും ഫസ്റ്റ് നമ്മളായിരുന്നു. വാഫി കോളേജിലെ കുട്ടികളായിരുന്നു. A+ന്റെ കാര്യത്തിൽ, അന്നത്തെ കാലത്ത് ഡിസ്റ്റിങ്ഷന്റെ കാര്യത്തിൽ മുന്നിലായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസം, ഇനി അങ്ങനെ പഠിച്ച ആളുകളോ അവർ എക്സ്പേർട്ടുകളായിട്ട് ലോകത്ത് പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഭൗതിക മേഖലയിൽ വേണ്ട കഴിവ്, ആ കഴിവ് നേടി നന്നായി വളർന്നിട്ടുണ്ട്. നോക്കി നിങ്ങൾ, നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉള്ള നല്ല വലിയ സ്ഥാപനങ്ങൾ, വലിയ കോളേജുകൾ, ആ കോളേജുകളിലൊക്കെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലൊക്കെ ലെക്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെന്റ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അറബിയിലുണ്ട്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ മുന്നിൽ തന്നെ അത്തരം ഒരുപാട് ആളുകൾ വന്ന് സംസാരിച്ചിട്ടുണ്ട്. വിവിധ കോളേജുകളിൽ വളരെ ഫേമസ് ആയ കേരളത്തിന്റെ അകത്തെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന, നല്ല ഗവൺമെന്റ് സാലറിയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒട്ടും പിന്നിലല്ല. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പഠനകാലത്ത് PhD ചെയ്യുന്ന സമയത്തൊക്കെ MPhilന്റെ ഒക്കെ PhDന്റെ ഒക്കെ ഭാഗമായി അവരന്ന് തയ്യാറാക്കിയ തീസീസുകളൊക്കെ പലപ്പോഴും യൂണിവേഴ്സിറ്റി സിലബസിലെ റെഫറൻസ് ആയിട്ട് വരെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. ഭൗതിക മേഖലയിൽ നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഒരു ഭാഗത്ത് ഇസ്ലാമിക് സ്റ്റഡീസ്, മറുഭാഗത്ത് ഭൗതിക വിദ്യാഭ്യാസം. മൂന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ് ലാംഗ്വേജ്, ഭാഷ. ആ ഭാഷയിൽ നല്ല സാമർത്ഥ്യം നേടിയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയാൻ കഴിയും. കണക്കില്ലാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഇന്ന് ലോകത്ത് ലഭ്യമായതിൽ ഏറ്റവും നല്ല മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഭാഷ പഠിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ ഭാഷ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വഴികളാണ് LSRW. ആ LSRW ഫോക്കസ് ചെയ്തിട്ടാണ് 2 വർഷം കുട്ടികൾക്ക് ഭാഷ പഠിക്കാൻ അവസരം കൊടുക്കുന്നത്. അങ്ങനെ പഠിച്ച ആളുകൾ എക്സ്പേർട്ടുകളായിട്ടുണ്ട്. ജീവിതത്തിൽ അവനവന് കിട്ടിയ അവസരം മെനക്കെടാൻ തയ്യാറായ ആളുകൾ, കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറായ ആളുകളൊക്കെ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് 100% പറയാൻ കഴിയും. വിദേശ രാജ്യങ്ങളിൽ ഭാഷ എക്സ്പേർട്ടുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ കോടതികളിലും പത്രങ്ങളിലും അവിടുത്തെ മിനിസ്ട്രികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എന്തിന് ഞാനിടക്ക് പറയാറുണ്ട്, ലണ്ടനിലെ പള്ളിയിലെ ഖത്തീബായിട്ട് പോലും നമ്മുടെ പ്രതിനിധിയുണ്ട്. ലണ്ടനിലെ പള്ളിയിലെ ഖത്തീബ്, അദ്ദേഹത്തിന്റെ ഭാഷ നിപുണത, കഴിവ് എത്ര ഉണ്ടാവും? അതില്ലാതെ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക? വിദേശ രാജ്യങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും അവർ മാനേജ് ചെയ്യുന്നത്? അത്രത്തോളം കൃത്യമായി ഭാഷാ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അത് അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ ഉറുദു ഭാഷയും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ ഓഫ് കോഴ്സിന്റെ ഭാഗമായി സിലബസിൽ തന്നെ ഉള്ള ഒരു ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് അതല്ലാത്തയും ഭാഷ പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ നോക്കൂ, അഡ്മിഷന്റെ പരസ്യങ്ങൾ വരുമ്പോ ചില സ്ഥാപനങ്ങളിൽ തന്നെ പ്രത്യേകമുണ്ട്, സ്പാനിഷ് ഭാഷ പഠിപ്പിക്കുന്നു. അങ്ങനെ സൗകര്യം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ഭാഷാ പഠനത്തിന് നമ്മുടെ സിലബസ് നന്നായി ഊന്നൽ നൽകുന്നുണ്ട്. ഭാഷ മാത്രമല്ല, ഇനി മറ്റു കാര്യങ്ങൾ, ഈ ഭാഷയുടെ മറ്റു കാര്യങ്ങളുണ്ട്. ട്രാൻസ്ലേഷൻ, ആ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾ എടുത്തു നോക്കി. വഫികളായി വഫിയകളായിട്ട് പുറത്തിറങ്ങിയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പെൺകുട്ടികൾ വരെയുണ്ട്. വലിയ ഭാഷാ പഠനത്തിന്റെ രീതികളെ കുറിച്ചുള്ള ഇന്റർനാഷണൽ സെമിനാറിൽ പേപ്പർ പ്രസന്റ് ചെയ്യണത്, നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളെ പോയി അവതരിപ്പിക്കുന്നത് ഈ സംവിധാനത്തിന്റെ ഭാഗമായി പഠിച്ച ഒരു വഫിയാണ്. വലിയ ഇന്റർനാഷണൽ സെമിനാറിൽ വിഷയാവതരണം നടത്തുന്നത്. അത്രത്തോളം ഭാഷ പഠിക്കാൻ നമ്മുടെ സംവിധാനം അവസരം കൊടുക്കുന്നുണ്ട്. അതിന്റെ അപ്പുറം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സ്കില്ലും നോക്കി. കമ്പ്യൂട്ടർ കോഴ്സ്, നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ,
വ്യക്തിപരമായി നമ്മളൊക്കെ നടത്തുന്ന പല പ്രോഗ്രാമിന്റെയും പോസ്റ്റർ പോലും നിർമ്മിക്കുന്ന നമ്മുടെ കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം ബേസിക് കിട്ടണം. ഇപ്പൊ അവിടെ കമ്പ്യൂട്ടർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾക്ക്. എല്ലാ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കഴിവുകളാണല്ലോ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം അതിൽ പലരും എക്സ്പേർട്ടാണ്. നല്ല അതിന്റെ ഏറ്റവും വലിയ എക്സ്പേർട്ടുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഈ സിസ്റ്റത്തിൽ വന്ന് ഒരു ലക്ഷ്യബോധത്തോടെ കാര്യബോധത്തോടെ സമയം ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ലാഭമാണ്. എല്ലാത്തരം ഡിസൈനിങ് നല്ല കഴിവുള്ള ഡിസൈനർമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെയൊക്കെ CAC അല്ല അത്തരം സംവിധാനങ്ങളുടെ ഒക്കെ ഓഫീസുകളിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇതുപോലെ പഠിച്ച ആളുകൾ തന്നെയാണ്. പോസ്റ്റർ ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനം അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് നമ്മൾ കുട്ടികൾ നേടുന്നുണ്ട്. അതിലപ്പുറം ഇതിന്റെയൊക്കെ പുറമെ ഒരു പബ്ലിക് സ്പീക്കിംഗ്, റൈറ്റിംഗ് സ്കിൽ, ഒരു മനുഷ്യന് വേണ്ട ഡിബേറ്റിംഗ് സ്കിൽ, ഇതൊക്കെ ഒരു കോഴ്സ് കാലയളവിൽ നേടാൻ പറ്റാണ്. പബ്ലിക് സ്പീക്കിംഗ് നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സ്പോക്കൺ ഇംഗ്ലീഷ്, പിന്നെ പബ്ലിക് സ്പീക്കിംഗ്, ഇതിനൊക്കെ ധാരാളം പരസ്യങ്ങളുണ്ട്. 6 മാസത്തെ കോഴ്സ്. ആ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നന്നായി കഴിവുണ്ടാവും എന്നാ പറയണത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഈ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കഴിവ് മൊത്തം നേടിയത്. 8 കൊല്ലത്തെ പഠനകാലത്താണ് സംസാരിക്കാൻ പഠിച്ച്, ആളുകളെ മാനേജ് ചെയ്യാൻ പഠിച്ച്, നമ്മുടെ ജീവിതത്തിൽ 2 വരി എഴുതാൻ പഠിച്ച്, ഒരു മാറ്റർ തയ്യാറാക്കാൻ പഠിച്ച്, ഒരു മാഗസിൻ തയ്യാറാക്കാൻ പഠിച്ച്, ഏത് കാര്യങ്ങളാണെങ്കിലും എഴുതാനാണെങ്കിലും പറയാനാണെങ്കിലും ഒക്കെ ഈ പഠനത്തിന്റെ ഭാഗമാണ്. ഓരോ ഫെസ്റ്റും വരുമ്പോ മത്സരങ്ങൾ നടക്കുകയാണ്, വർഷത്തിൽ മത്സരങ്ങൾ നടക്കുകയാണ്. അതിനൊക്കെ വേണ്ടി വിദ്യാർത്ഥികൾ നന്നായി തയ്യാറാകുമ്പോൾ അതിലൂടെ ഒക്കെ കിട്ടുന്ന കഴിവുകളുണ്ട്. ആ കഴിവൊക്കെ നമ്മുടെ ഭാവി കാലത്ത് വലിയ ഉപകാരമാണ്. സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിപ്പിക്കും. ഹോം സയൻസ് ഇവിടെ കുട്ടികൾ നമ്മളെ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, പെൺകുട്ടികൾ തീവ്രമായി പഠിക്കുന്നുണ്ട്. ഹോം സയൻസ് ഫസ്റ്റ് എയ്ഡ് പഠിക്കുന്നുണ്ട്, ഇല്ലേ? ഫസ്റ്റ് എയ്ഡ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇനി PG സിലബസിലൊക്കെ പരിശോധിച്ചു നോക്കുക. ഡി അഡിക്ഷൻ, പോസ്റ്റ് മാരിറ്റൽ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. നമ്മളെ ഒരു ബിഹേവിയർ സയൻസ്, മനുഷ്യരോടുള്ള പെരുമാറ്റ രീതികൾ, അങ്ങനെ നോക്കിയാൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും സിലബസിൽ തന്നെ ഉണ്ട്. അതിന്റെ പുറമെ വേറെയും കുറെ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി പഠിതറി ഒരു മനുഷ്യന് മൾട്ടി ടാലന്റഡ് ആവാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, വിവിധ കഴിവുകളുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ ധാരാളം ഓപ്ഷൻ ഉണ്ടാവുമ്പോ ഒന്നിന് മുടക്കം വരുമ്പോ മറ്റൊരു ഓപ്ഷനിലേക്ക് നീങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിച്ച ആളുകള് ഒരേ സമയം വിവിധ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ. അവന്റെ ജോലിന്റെ പുറമെ സാമൂഹിക സേവനം വേറെ ഉണ്ടാവും, അവന്റെ രാഷ്ട്രീയ പ്രവർത്തനം അത് വേറെ ഉണ്ടാവും. ഇതൊക്കെ തമാശ വരണല്ല. ഇതിലൊക്കെ ഓരോന്നിലും ആളുകൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇഷ്ടം പോലെ ആളുകളെ ഭാഷാ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് ആളെ എണ്ണി പറയാൻ കഴിയും. ഭൗതിക രംഗത്ത് നല്ല വലിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ എണ്ണി പറയാൻ കഴിയും. നമ്മുടെ ഇസ്ലാമിക സ്റ്റഡീസിന്റെ ഭാഗത്താണെങ്കിൽ എണ്ണി പറയാൻ പറ്റും. ധാരാളം വലിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ പറയാൻ പറ്റും. നല്ല ബിസിനസ്സുകാരെ പറയാൻ കഴിയും. എന്തിന് രാഷ്ട്രീയ മേഖലയാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ നിറഞ്ഞ സാന്നിധ്യങ്ങളെ പറയാൻ പറ്റും. പഞ്ചായത്ത് മെമ്പർമാരെയും പ്രസിഡന്റുമാരെയും പറയാൻ പറ്റും. ഇതൊക്കെ ഒരു കാഴ്ചപ്പാട് കൃത്യമായി കിട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളാണ്. ജീവിതത്തെ കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട്, ധാരാളം കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കാനുള്ള അവസരം. നമ്മളെ സിലബസ് ഊന്നി പറയുന്ന സാധനം ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നാണ്. UN ഒക്കെ നിർദ്ദേശിക്കുന്ന സ്കില്ലുകൾ ഓരോ കുട്ടിയും പഠിപ്പിക്കണം. നമുക്കറിയാലോ എത്ര എക്സ്പേർട്ടുകൾ ഈ സ്കില്ല് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ മുന്നിൽ വന്നു. ആ സ്കില്ലുകളെ കുറിച്ചൊരു ധാരണ കിട്ടാൻ, അതെങ്ങനെ വികസിപ്പിക്കണം എന്ന് പറയാൻ, അങ്ങനെ ലൈഫ് സ്കില്ലുകൾ. പിന്നെ നമ്മുടെയൊക്കെ ഈ കോളേജിലെ പഠനകാലത്ത് നിങ്ങളുടെ യൂണിയൻ പ്രവർത്തനങ്ങൾ, ആ യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നോക്കി എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. സെക്രട്ടറിയായി, പ്രസിഡന്റായി, അതിലപ്പുറം ഒരു സ്റ്റോർ നടത്തി, ലൈബ്രറി മാനേജ് ചെയ്ത്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന സ്കില്ലുണ്ട്. അത് പ്രാക്ടിക്കലാണ്. ഒരു തരം MBA പഠിച്ചാലും കിട്ടാത്ത അത്ര പ്രാക്ടിക്കലാണ്. എന്തിന് ഞാൻ മനസ്സിലാക്കണം, നിങ്ങൾ നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളാണ്. എത്ര ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരെ കൂട്ടത്തിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്. വെറുതെ കിട്ടിയല്ലോ. നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി ഇവരൊക്കെ ഈ കോളേജിൽ വന്നിട്ടില്ലായിരുന്നു, ഒരു ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ വന്നോ, ഇവിടെ അങ്ങനെ തരംഗണ്ട്. കുറെ ആൾക്കാർ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. അതിന്റെ പാരമ്പര്യമായിട്ട് നിങ്ങളും ചേർന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടി.
ഇപ്പൊ PG പഠിക്കുന്ന ആളുകള് അവനെ നാട്ടിൽ സെന്റർ ഇട്ടിട്ട് ഒഴിവ് ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. എല്ലാ മേഖലയിലും നമ്മൾ ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. ഒരു കോളേജ് പഠിച്ച വാഫി കോളേജ് പഠിച്ച വഫിയ കോളേജ് പഠിച്ച ആളുകൾ വൈവിധ്യങ്ങളാണ്, മൾട്ടി ടാലന്റഡാണ്, ധാരാളം അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിലെ ജോലി സാധ്യതയും ഏറെയാണ്. ജോലി സാധ്യതയും ഇഷ്ടം പോലെയാണ്. സാധാരണ നമ്മൾ പറയല്ലോ, ഞാൻ എപ്പോഴും നല്ലൊരു ഉദാഹരണം പറഞ്ഞ, ഒരു 40 പേര് എന്റെ സ്ഥാപനത്തിലേക്ക് ഇന്റർവ്യൂവിന് ക്ഷണിച്ചപ്പോ 40 പേര് വന്നു. 40 പേരെന്നൊക്കെ ഈ കാലത്ത് പറയുമ്പോ അത് വലിയ സംഖ്യ എന്നല്ല. ഇന്നിപ്പോ നിങ്ങളൊരു ജോലിക്ക് വാണ്ടഡ് എന്ന് പറഞ്ഞ പരസ്യം കൊടുത്തു നോക്കി, 40 അല്ല 400 പേര് വരും. കാരണം അത്രയേറെയാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ. അത്ര ആളുകൾ തൊഴിലില്ലായ്മ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഒരു പോസ്റ്റിലേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞാൽ, ഉദാഹരണം BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാളെ വേണം, അതാണ് നമ്മുടെ കണ്ടീഷൻ. അത് പറഞ്ഞിട്ട് ആളെ ക്ഷണിച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പരസ്യം കൊടുത്ത് ആള് വന്ന് 40 ആള് വന്നു, അല്ലെങ്കിൽ 100 ആള് വന്നു. ഈ ആളുകളെ ഇന്റർവ്യൂ നടത്തുന്നത് എന്തിനാണ്? അവരുടെ സ്കില്ല് പരിശോധിക്കാനാണ്. അവരെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമായി ചേർത്താൽ നമുക്ക് നന്മ ഉണ്ടാകുമോ, ഗുണം ഉണ്ടാകുമോ എന്നാണ് ഓരോരുത്തരും ഇന്റർവ്യൂ നടത്തുന്ന ആൾ പരിശോധിക്കണത്. 40 പേര് വന്നു, അവർ ഓരോരുത്തരും BA ഇംഗ്ലീഷ് എന്ന ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. എന്നാൽ അവരെ കൂട്ടത്തിൽ 1-2 പേര് നമ്മളെ പോലെ ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവനെ സംബന്ധിച്ച് അവന് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവനെ സംബന്ധിച്ച് അത്യാവശ്യം തിരക്കടില്ലാതെ അറബി സംസാരിക്കാൻ പറ്റും, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ വിദേശ പ്രതിനിധി വന്നാൽ മാനേജ് ചെയ്യാൻ പറ്റും. മാത്രല്ല ആളുകള്, സ്റ്റാഫ്, അവിടെയുള്ള മറ്റു ആളുകളൊക്കെ അല്ല, അവിടുത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഇത്തിരി നേരം സംസാരിക്കണമെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പബ്ലിക് സ്പീക്കിംഗ് അവൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു തരം വിവിധ കഴിവുകൾ നേടിയ ഒരു മനുഷ്യനാവുമ്പോ, മൾട്ടി ടാലന്റഡ് ആയ വ്യക്തിത്വമായി തീരുമ്പോ, ഞാൻ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ ഞാൻ അയാളെ സെലക്ട് ചെയ്യാം. കാരണം എന്റെ എല്ലാ ആവശ്യങ്ങളും ഒരാളെ കൊണ്ട് തീരുകയാണ്. സ്വാഭാവികമായിട്ട് അതാണ് നടക്കുക. അത് ഏത് ലോകത്തും അങ്ങനല്ലേ. ധാരാളം കഴിവുള്ള ആള്, അതോടൊപ്പം ഉള്ളിൽ ഇത്തിരി ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ, ഉള്ളിന്റെ ഉള്ളിൽ ധാർമ്മിക ബോധം കൃത്യമായി കൊണ്ടു നടക്കുന്ന ആള്. ഇതൊക്കെ ഏത് പോസ്റ്റിലേക്കും സെലക്ട് ചെയ്യപ്പെടാനുള്ള നല്ല മാനദണ്ഡങ്ങളാണ്. അങ്ങനെ ഒരു സാധ്യത ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി ഒരാൾക്ക് കിട്ടുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് ഏത് മേഖലയിലും, സാധാരണ ഭൗതിക ക്യാമ്പസുകളിൽ പഠിച്ച കുട്ടിക്ക് ലഭിക്കുന്ന ഏത് മേഖലയിൽ എത്താൻ പറ്റും. അതുകൊണ്ടാണ് പഠിച്ച അവസാനം പോലീസുകാരനും SI പോസ്റ്റിലേക്കും ആൾ എത്തിച്ചേരുന്നത്. വാഫിയാണല്ലോ, അവൻ SI പോസ്റ്റിലേക്ക് എത്തുമ്പോ അഭിമാനല്ലേ. എത്ര പേര് അഡ്വക്കേറ്റുമാരുണ്ട്, എത്ര പേര് വിദേശ രാജ്യങ്ങളിലെ വലിയ കമ്പനികളെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, എത്ര പേര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തമായി നടത്തുന്നവരുണ്ട്, ബിസിനസ് സാമ്രാജ്യമുള്ളവരുണ്ട്. ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്ത് നിലവിൽ പുറത്തു വന്ന ആകെ ഒരു 10,000-ൽ താഴെ അതിനോടടുത്ത് വരുന്ന ആളുകൾ ആകെ കൂടി ഉണ്ടാവും. അവർ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കാൻ പറ്റും. മാത്രല്ല ഓരോ വർഷവും നെറ്റും എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോ അതില് PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണവും നെറ്റ് കരസ്ഥമാക്കിയ ആളുകളുടെ എണ്ണവും ഒക്കെ ഒന്ന് നോക്കിയാൽ എത്ര ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുന്നു, അതിലപ്പുറം നമ്മുടെ മേഖല സുരക്ഷിതമായി തീരുന്നു. ജോലി തൊഴില് മേഖലയിൽ കാര്യമായി അടയാളപ്പെടുത്താൻ നമുക്ക് പറ്റുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ചുറ്റുഭാഗത്ത് അങ്ങനെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി പഠിക്കാൻ വരുമ്പോ സ്ഥാപനത്തിൽ വേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കുറെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ്. പഠനം മാത്രം പോരല്ല, പാഠ്യേതര പ്രവർത്തനങ്ങൾ ധാരാളം വേണം. എനിക്കും നിങ്ങൾക്കും വരുന്ന സത്യം, നമ്മൾ ഓരോ വർഷവും കൃത്യമായി ഫെസ്റ്റ് നടത്തുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ഈ വർഷം ഒരു പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് 5 ഫെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. അത് ഓരോന്നും വെവ്വേറെ പേര്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒന്ന്, വേറൊന്ന് ലാംഗ്വേജ് ഫെസ്റ്റ്, വേറൊന്ന് മിനി ഫെസ്റ്റ്, പേരിങ്ങനെ മാറ്റിയിട്ട് ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞ അവസാനം കോളേജ് ഫെസ്റ്റ്. ഇങ്ങനെ ഫെസ്റ്റുകൾ വിവിധ തരം. അതൊക്കെ കഴിഞ്ഞ് കോളേജുകൾക്കിടയിലെ വലിയ സോണൽ ഫെസ്റ്റും അവസാനം ഒരു കലോത്സവവും. ഈ ഫെസ്റ്റുകളൊക്കെ ഒരുപാട് അർത്ഥത്തിൽ ആത്മവിശ്വാസവും നമുക്കൊക്കെ വളർച്ചക്കും സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. ആർട്സ് മേഖലയിൽ നല്ല കഴിവുള്ള പ്രതിഭകളെ വാർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതൊന്ന്. വേണ്ട സ്പോർട്സ്, ഞാൻ നേരത്തെ പറഞ്ഞു മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്. വ്യായാമം ചെയ്യാൻ നമുക്ക് അവസരമില്ല എന്ന് പറയാൻ പറ്റില്ല. വൈകുന്നേരങ്ങളിൽ ദിവസം കളിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതിലപ്പുറം കോളേജുകൾക്കിടയിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും സ്പോർട്സ് മീറ്റ് നടക്കണ്ടല്ലോ. അതൊക്കെ
ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്നുള്ളവർക്ക് ഏത് കുട്ടിക്കും ഉൾക്കൊള്ളാവുന്ന, അവനെ സ്വീകരിക്കുന്ന, അവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാലോചിതമായി ഈ നല്ല സംവിധാനത്തെ ട്രെൻഡുകളുടെ ഒപ്പം നിലനിർത്തുന്നതിന്റെ ഭാഗമാണ് ആർട്സ് ഫെസ്റ്റിവലും നമ്മളെ സ്പോർട്സ് മീറ്റുകളും നമ്മൾ നടത്തുന്ന നിരന്തരമുള്ള ഓറിയന്റേഷൻ ക്യാമ്പുകളും. അതിലൊക്കെ അപ്പുറം പിന്നെ നമ്മളുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി ഈ WSF ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ധാരാളം കാര്യങ്ങൾ. പിന്നെ നമ്മൾ നടത്തുന്ന നമ്മുടെ വിനോദയാത്രകൾ, വർഷത്തിൽ നമ്മൾ നടത്താറുള്ള വിവിധ യാത്രകൾ, ക്യാമ്പുകൾ, വിവിധ മേഖലയിൽ വെച്ച് നടത്തുന്ന ക്യാമ്പുകൾ, അങ്ങനെ കാര്യങ്ങൾ ഇഷ്ടം പോലെ. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ ആശ്വാസത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. അത് കൃത്യമാണ്, വ്യക്തമാണ്, നിങ്ങൾക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. അതുപോലെ പ്രധാനമായ മറ്റൊരു കാര്യം, ഒരു സ്ഥാപനത്തിൽ വന്നാൽ അത്യാവശ്യ സൗകര്യം ഉണ്ടോ എന്നാണ്. CAC കൃത്യമായി വിലയിരുത്തുകയും സ്ഥാപനങ്ങളെ ഇൻസ്പെക്ഷൻ നടത്തുകയും ചില മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അഫിലിയേഷനും അഡ്മിഷനും നൽകുന്നത്. നമുക്കറിയാം, ഒരു കുട്ടിക്ക് അവന് ഇത്ര ബെഡ് സ്പേസ് വേണം, അത് നിർബന്ധമാണ്. ഇത്ര ബെഡ് സ്പേസ് വേണം, എന്നാലേ സ്ഥാപനം നടത്താൻ പറ്റുള്ളൂ. ക്ലാസ് റൂം ഇങ്ങനെ ആയിരിക്കണം, ലൈബ്രറി ഇത്ര സൗകര്യം വേണം, ഇത്ര ലാബ് വേണം, ഇങ്ങനെ സൗകര്യം വേണം, ഓഫീസ് വേണം, അത് വേണം, എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. അതൊക്കെ പറച്ചിൽ മാത്രമല്ല, 6 മാസത്തിലൊരിക്കൽ കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. 2 വർഷത്തില് എക്സ്റ്റേണൽ സമിതി ഇൻസ്പെക്ഷൻ നടത്തി ഗ്രേഡിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രോസ്പെക്ടസ് ഇപ്പൊ പരിശോധിച്ചാൽ അറിയാം സ്ഥാപനങ്ങളുടെ ഗ്രേഡ്. A കാറ്റഗറി, B കാറ്റഗറി, 1 സ്റ്റാർ, 2 സ്റ്റാർ, സൗകര്യങ്ങൾക്കനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് സ്റ്റാർ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഈ മേഖലയിൽ കൊണ്ടുവന്നതോടുകൂടി സ്ഥാപനങ്ങൾ മത്സരിക്കാൻ, വളരാൻ, ഉയരാൻ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ. ഒരു കുട്ടി പഠിക്കുമ്പോ ഇത്ര മേഖലയിൽ പഠിക്കുന്ന കുട്ടിക്ക് നല്ല സ്പേഷ്യസ് ആയ സൗകര്യങ്ങൾ വേണം. അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കൃത്യമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈബ്രറിയും വിശാലമായ സൗകര്യങ്ങളും ഗ്രൗണ്ടും ഗാർഡനും ഒക്കെ ഒരുക്കണം എന്ന് പറയുന്നത് അതിന്റെ പേരിൽ തന്നെയാണ്. ഇതൊക്കെ നോക്കിയിട്ടാണ് സ്ഥാപനത്തിന് ഇൻസ്പെക്ഷനിൽ വാല്യൂ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതിന്റെ ഒപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മാത്രമായ ചില യുണീക്നെസ് എന്ന് പറയാം, നമ്മുടെ മാത്രം ചില പ്രത്യേകത. എന്തായിരിക്കും അത്? പ്രധാനമായി എനിക്ക് തോന്നിയ ഒന്ന്, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് CBCSS. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം നമ്മൾ പറയുന്ന ഒരു സംഗതി കൊണ്ട്, ഒരു രീതി കൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ചിലത് മാറ്റി പകരം വേറെ പഠിക്കാൻ, അങ്ങനെ പഠിക്കാൻ അവസരം കിട്ടിയപ്പോ കുറെ ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കുറെ ആൾക്കാർ പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, അങ്ങനെ എന്തെല്ലാം പഠിച്ച് എത്തിക്കൽ ഹാക്കിംഗ്, ഇങ്ങനെ കുറെ കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഭാഷകള്, വിവിധ ഭാഷകള്, തുർക്കി ഭാഷ പഠിച്ചവരുണ്ട് ഇവിടെ. അങ്ങനെ ഒരു കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് അത് മാറ്റിയെടുക്കാൻ, ആ ഓഫ് കോഴ്സിന്റെ ഭാഗമായി ഇന്ത്യയിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നാടുകൾ കാണാൻ വേണ്ടി ഫീൽഡ് ട്രിപ്പ് പോയി അതിന്റെ ഗവേഷണ പഠനം, അതിന്റെ ഒരു പ്രബന്ധം സബ്മിറ്റ് ചെയ്ത ഒരു ടീം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ വിശാലതയാണ്, ഒരു സിലബസ് കൊടുക്കുന്ന വിശാലതയാണ്. ഇതൊക്കെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. എന്തുകൊണ്ടാ പറയണത്? ഏറ്റവും കൂടുതൽ ആളുകളുടെ, വിദ്യാർത്ഥികളുടെ ട്രെൻഡ് അനുസരിച്ച്, അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഒരു സിലബസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണ്. എത്രയോ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കി, എത്ര പേർക്ക് സാധിക്കൂത്? ഒരു കുട്ടിയുടെ മനസ്സറിഞ്ഞ് വിശാലാവാൻ ഒരു സിസ്റ്റം, ഒരു സിലബസ്, ഒരു കുട്ടിയുടെ ഇഷ്ടമറിഞ്ഞ് ഇങ്ങനെ വിശാലായി കൊടുക്കാൻ എത്ര സംവിധാനങ്ങൾ കഴിയും? പിന്നെ നമ്മൾ നടത്തുന്ന സോഷ്യൽ അവയർനെസ്, അതിന്റെ ഭാഗമായി നടക്കുന്ന സോഷ്യൽ എക്സാം കൃത്യമായി ഈ വർഷം നടന്നു കഴിഞ്ഞു. 5 പ്രതിഭകളാണ് സമൂഹത്തിലെ, 5 മേഖലയിലുള്ള ആളുകളാണ് ഘട്ടം കഴിഞ്ഞ് പോകാനിരിക്കുന്ന ആളുകളെ ഇന്റർവ്യൂ നടത്തിയത്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയത്, ഒരു കാഴ്ചപ്പാട്, ബോധം അതിലൂടെ എത്ര കിട്ടി നമ്മളെ സംബന്ധിച്ച്. സോഷ്യൽ എക്സാം അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ LSRW ബേസ് ചെയ്തുകൊണ്ടുള്ള ഭാഷാ പഠനം, അത് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. എത്ര പരസ്യങ്ങളാണ് ഓരോ ദിവസവും. വലിയ വലിയ സ്ഥാപനങ്ങളുടെ 6 മാസം തീവ്രമായ 15 ദിവസത്തെ രാത്രികാല പരിശീലനം, കണ്ടില്ലേ പരസ്യങ്ങൾ? അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രായോഗികവൽക്കരിക്കാൻ അവസരം കിട്ടുകയാണ്. ഓരോ കുട്ടിയെയും വ്യക്തിഗത ശ്രദ്ധിക്കാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സ്കിൽ ഡെവലപ്മെന്റ്,
ആപ്റ്റിറ്റ്യൂഡ് അവന്റെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സ്കില്ല് വികസിപ്പിക്കാനുള്ള അവസരം നമ്മൾ തന്നെ ഇവിടെ ഒരു യൂണിയന്റെ ഭാഗമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും എത്ര ഉപസമിതികളുണ്ട്. ഓരോ തരം കഴിവുള്ളവരെയും വികസിപ്പിക്കാൻ ആവശ്യമായ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പ്രസംഗ പരിശീലനം, എഴുത്തിനുള്ള പരിശീലനം ഇതൊക്കെ ധാരാളമായി നൽകിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അയാളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനൊക്കെയുള്ള അവസരം കൊടുക്കുന്നു എന്നത് പ്രധാനമാണ്. അതുപോലെ നമ്മുടെ എക്സാമുകൾ നമ്മുടെ ഒരു പ്രത്യേകതയാണ്. എക്സാമുകളെല്ലാം എഴുത്തു പരീക്ഷ പഴയ ഒരു സിസ്റ്റം അല്ല, പ്രാക്ടിക്കൽ എക്സാം. ഇപ്പൊ ഇവിടെ 5ാം ക്ലാസ്സുകാര് ഇല്ലേ, അവര് ഫിഖ് എക്സാം അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ ആണ്. ഒരാൾ വരുന്നു, ഇന്റർവ്യൂ നടത്തുന്നു. അതാണ് എക്സാം, പ്രാക്ടിക്കൽ എക്സാം, സെമിനാറുകൾ, ഒരുപാട് തിസീസ് സബ്മിറ്റ് ചെയ്യൽ. ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന്റെ സ്റ്റൈല്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് കാലോചിതമായി ട്രെൻഡുകളുടെ ഒപ്പം സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ ട്രെൻഡിന് മുന്നേ സഞ്ചരിക്കാൻ, കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് പോകാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കുന്നു എന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പൊതുവെ ഏത് സംവിധാനത്തെ കുറിച്ചും പറയുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു രീതിയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ യൂണിഫോം എന്താന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവലുണ്ട്. ഒരുപാട് ആളുകൾ ആശങ്കയോടെ കാണുന്ന സാധനമാണ് യൂണിഫോം. ഞാൻ മനസ്സിലാക്കണത്, ഇപ്പോ സിലബസ് നമ്മളെ പുതിയ ഇറങ്ങിയ ബ്രോഷർ ഒന്ന് പരിശോധിച്ചാൽ, സ്ഥാപനങ്ങളുടെ പ്രോസ്പെക്ടസ് ഒന്ന് എടുത്തു നോക്കിയാൽ കൃത്യമായി കാണാൻ കഴിയും ഓരോ സ്ഥാപനം എന്താണ്, ആ സ്ഥാപനം നിർദ്ദേശിക്കുന്ന യൂണിഫോം എന്താന്ന് കാണാൻ പറ്റും. ആൺകുട്ടികളെ സംബന്ധിച്ച് പാന്റും ഷർട്ടും ജുബയും ഒക്കെ അനുവദിക്കുന്നുണ്ട്. എന്നും വെള്ളത്തുണിയും കുപ്പായും മാത്രമൊന്നല്ല, വിവിധ യൂണിഫോം. ഇവിടെ ഇരിക്കണ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളൊക്കെ ഏതൊക്കെ വേഷം ധരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഏത് വേഷം ധരിക്കുന്നു. അവനവൻ നാളെ ഒരു കാലത്ത് ഏതെങ്കിലൊക്കെ ജോലി മേഖലയിൽ എത്തിപ്പെടുമ്പോ ആ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വിരുദ്ധമല്ല, ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് വേഷം ധരിക്കാലോ. അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ ഇന്ന വേഷം ധരിക്കണം എന്ന് നിഷ്കർഷ പറഞ്ഞിട്ടില്ല. ഇന്നതേ ധരിക്കാവൂ എന്നൊരു പ്രത്യേകത ഒന്നുമില്ല. പകരം ഒരു നാടിന്റെ കാലാവസ്ഥയും നാടിന്റെ സംസ്കാരവും അവിടുത്തെ രീതികൾക്ക് അനുസരിച്ച് ചേർന്നിരിക്കുന്ന വേഷമാണ് ഇസ്ലാം എല്ലാ രാജ്യത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പണ്ഡിതരുടെ വേഷമല്ല മറ്റൊരു രാജ്യത്ത്. അതുകൊണ്ട് മനുഷ്യന്റെ നന്മക്കും അവന്റെ പുരോഗതിക്കും അതിനൊക്കെ പറ്റുന്ന വേഷം ധരിച്ച് ജീവിക്കണം. അതിനെയാണ് നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അവൻ ഒരു തൊഴിലിടങ്ങളിൽ എത്തുമ്പോ ആ തൊഴിലിടങ്ങളിൽ ഒരു വേഷമുണ്ട്, അവിടുത്തെ മാന്യമായ ഒരു വേഷമുണ്ട്, അത് ധരിക്കണം. നേരെ മറിച്ച് നമ്മുടെ വിശ്വാസത്തോടും നമ്മുടെ സംസ്കാരത്തോടും ഉൾക്കൊള്ളാത്ത വേഷം സ്വീകരിക്കണില്ല. അല്ലാത്ത ഏതും വേഷം സ്വീകരിക്കാം. ഒരു കുട്ടിക്കും ആ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്ര കൃത്യമായി യൂണിഫോമുകളൊക്കെ നമ്മളെ പ്രോസ്പെക്ടസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, പെൺകുട്ടികളുടെ കാര്യത്തിലും ഒരുപോലെ. കറുത്ത വസ്ത്രം ധരിച്ചാൽ മാത്രമേ ഇസ്ലാമികാവുള്ളൂ, അങ്ങനെ എവിടെ ഇല്ലല്ലോ. കറുത്തതല്ലാത്ത വസ്ത്രം ധരിക്കാലോ, സാധ്യതകളുണ്ടല്ലോ. മാന്യമായി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറക്കാൻ നിഷ്കർഷിച്ച ഭാഗങ്ങളൊക്കെ മറക്കണം. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സമീപനം. ആ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളെ യൂണിഫോം പോകുന്നത്. പിന്നെ സ്ഥാപനങ്ങൾ ഫീസ് ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കാറുണ്ട്. ഫീസ് ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ട് സ്ഥാപനം നടത്തുന്നവർക്കറിയാം. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് 5 കൊല്ലം 8 കൊല്ലം പഠിച്ചു കഴിയുമ്പോഴേക്കും വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ബാധ്യതയാണ് വരുന്നത്. ആ ബാധ്യതകളൊക്കെ കണ്ടെത്താൻ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന രക്ഷിതാവ് കൂടി പരിശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഫീസ് കൊടുക്കുക എന്ന് പറയുമ്പോ, ഇന്നിപ്പോ ഭൗതിക കലാലയങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ആള് എത്ര ഫീസ് കൊടുക്കണം? റെഗുലർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികള് അവര് ഭരണ ഫീസ് കൊടുക്കണം, ഡൊണേഷൻ കൊടുക്കണം, അങ്ങനെ അല്ലല്ലേ? അവര് വരണാണ് സംഖ്യ, അതിന്റെ അപ്പുറം ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു സ്ഥാപനത്തിൽ ലാഭത്തിന് വേണ്ടി ഫീസ് വാങ്ങണില്ല, അത് 100% ഉറപ്പാണ്. ലാഭത്തിന് വേണ്ടി ഫീസ് വാങ്ങണില്ല. നമ്മൾ ഓരോരുത്തരും, ഞാൻ ആഗ്രഹിക്കുന്നതാണ് എന്റെ കുട്ടി എന്റെ ചെലവിൽ പഠിക്കണം. അങ്ങനെ ഓരോ സമൂഹത്തിലെ ആളുകളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും ചെലവ് കണ്ടെത്തുക എന്നുള്ള പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെ ആ കുട്ടിയുടെ ഒരു മാസത്തെ അവന്റെ പഠനവും അവന്റെ ഭക്ഷണ കാര്യങ്ങളും കൊണ്ടുപോകാൻ ആവശ്യമായ മാന്യമായ മിതമായൊരു ഫീസ്, അതിന്റെ അപ്പുറം ഒന്നുമില്ല. അതാണ് എല്ലാ സ്ഥാപനവും വാങ്ങണേ. അങ്ങനെ ഫീസ് വാങ്ങാത്ത അപൂർവ സ്ഥാപനങ്ങളുണ്ട്. ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്, വാങ്ങാത്ത സ്ഥാപനമുണ്ട്. എന്നാൽ ഏത് ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങളോട് കൃത്യമായി CAC-യുടെ നിർദ്ദേശമുള്ളത്, ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും കുട്ടി അഡ്മിഷന് വരുമ്പോ ഫീസിന്റെ കാര്യത്തിൽ ഒരു പ്രയാസം, ആ കുട്ടിക്ക് പ്രശ്നം വരികയാണ്, അതിനെ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അവസരമുണ്ട്. 20% കുട്ടികൾക്ക് ആ ഫീസിൽ ഇളവ് കൊടുക്കണം എന്നാണ്, അവന്റെ പ്രതിസന്ധി മനസ്സിലാക്കി ഒഴിവ് കൊടുക്കണം എന്നാണ്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, പണമില്ലാത്തതിന്റെ പേരിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ പേരിൽ പഠനം മുടക്കാൻ പാടില്ല. അതിന് വേണ്ട തീരുമാനങ്ങൾ കൃത്യമായി ഉണ്ട്. ഞാൻ പറഞ്ഞത് ആശങ്കകളൊന്നുമില്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ
വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് 1/4 നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ച ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി മാറാൻ കിട്ടുന്ന സുവർണാവസരാണ് ഇപ്പോ വഫിയ കോളേജിൽ ചേരുക എന്ന് പറഞ്ഞാൽ. 10,000-കണക്കിന് ആളുകൾ, 10,000-ഓളം വരുന്ന അലുമിനി ഭാരവാഹികൾ ഇറങ്ങി വിവിധ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ നമുക്ക് പ്രചോദനമാണ്. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയവർ, ജോലിക്ക് പോയവർ, നാട്ടിലെ എല്ലാ തരത്തിലുള്ള ഉയർന്ന ജോലികളിൽ എത്തിപ്പെട്ട ആളുകൾ, ഇസ്ലാമികവും ഭൗതികവുമായ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകൾ, പ്രഭാഷണ രംഗത്തുള്ളവർ, എഴുത്തു മേഖലയിൽ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ടാണ് അലുമിനിയുടെ നേതൃത്വത്തിൽ ബുക്സ്, ഒരു ബുക്സ് സംവിധാനം തന്നെ ഉണ്ടായിത്തീർന്ന് ഒരുപാട് ആളുകൾ വഫികൾ എഴുതിയ പുസ്തകങ്ങളാണ്, വഫിയകൾ എഴുതിയ പുസ്തകങ്ങളാണ് ധാരാളം അതിന്റെ അകത്തുള്ളത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു മാതൃകയാണ്. സമൂഹത്തിന് ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും നല്ല മാതൃക.